ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു ചെറിയ പോർഷൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റമദാനായതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് താഴത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെറിയ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വെക്കേഷനൊക്കെ അല്ലേ, വെക്കേഷൻ ആയ സമയത്തായാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ അലോവേര ഒരു പീസ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അത് മിക്സിയിൽ അടിക്കാനൊന്നും നിന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് ഹെയറിൽ അതിൻ്റെ ജെല്ല് തേച്ച് കൊടുത്ത് പിന്നെ മുടിയിൽ അത് അലോവേര തന്നെ ഇട്ട് നീരറുത്തിട്ടുള്ള ഒരു എണ്ണയാണ്. ജസ്റ്റ് അലോവേര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ എണ്ണ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതേ ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലിൽ ഷാമ്പു തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാമ്പു ഇങ്ങനെ ഒരു വലിയ ബോട്ടിൽ മേടിച്ചിട്ട് ഇതുപോലെ ചെറിയ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടാണ് ബാത്റൂമിൽ കൊണ്ടുവെക്കൽ. വലിയ ബോട്ടിൽ ഒന്നായിട്ട് ബാത്റൂമിൽ വെക്കില്ല. കാരണം മെയിനായിട്ട് മക്കളെടുത്ത് കളിച്ച് അതിപ്പം തന്നെ തീർക്കും. അപ്പോൾ ഞാനിതേ ചെറിയ ബോട്ടിലിൽ റീഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രഷായൊക്കെ വന്ന ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഫ്രഷായി വന്നാൽ ഞാൻ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഇന്ന ബ്രാൻഡൊന്നുമില്ല, പിന്നെ യൂസ് ചെയ്തത് പോൺസിൻ്റെതാണ്. എൻ്റെ കയ്യിൽ പോൺസിൻ്റെയും പിന്നെ മാമാർത്തിൻ്റെ ചെറിയൊരു ഫേസ് ക്രീമും ഉണ്ട്. അപ്പം ഞാൻ പോൺസിൻ്റെതാണ് ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതേ വന്നിട്ട് ടു ഡു ലിസ്റ്റ് എഴുതാണ്. ഇന്ന് രാവിലെ എന്തോ മടി പിടിച്ച് ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഉച്ചയ്ക്ക് 11 മണിക്കാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. എന്തായാലും ടു ഡു ലിസ്റ്റൊക്കെ എഴുതി. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എഴുതിയ കാര്യങ്ങൾ എന്തായാലും ഇന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി മൈൻഡിലുണ്ടാവും. അതേപോലെ നമ്മളെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഹാബിറ്റാണ് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ലൈഫിൽ കറക്റ്റായിട്ട് ചെയ്തു പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കും, എന്ന് ചെയ്യണം എന്ന് വിചാരിക്കുകയും ചെയ്യും. പക്ഷേ അത് ഞാൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മറന്നു പോകും, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ അങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ എനിക്ക് ആ ഒരു എൻ്റെ ബാഡ് ഹാബിറ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ഹാബിറ്റ് എനിക്ക് മാറ്റിയെടുക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റാണ് കേട്ടോ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിങ് ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് അതിങ്ങനെ ഓരോന്നും അച്ചീവ് ചെയ്ത് ഇങ്ങനെ ടിക്ക് ഇടുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ജേർണലിങ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റീവായിട്ട് ചെയ്ത് അപ്പോൾ നമ്മളെ മൈൻഡ് കുറേ റിലീഫാവും ചെയ്യും. നമ്മുടെ ടെൻഷൻസൊക്കെ മറന്ന് അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലേക്ക് മൈൻഡ് പോകാണ്ട് ലിവ് ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ജേർണലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ. അങ്ങനെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ എന്തെങ്കിലും ടോയ്സൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കിയിട്ടൊരു പരിപാടി എന്തായാലും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ ശ്രമിക്കൽ. ഒരിക്കലും മക്കൾ നമ്മുടെ ഒരു കാര്യത്തിന് തടസ്സമായി എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഒരു വിഷമമാണത്. മക്കളെന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ റബ്ബ് തരുന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് അവരെ ഒരിക്കലും മക്കളുള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെറിയൊരു ബേബി ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല, അങ്ങനെ പറയുന്നേക്കാളും മക്കളെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കണ്ട് അവരെ കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കൂടെ നമ്മൾ വിജയത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ ഒരു ഫ്രെയിം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, അത് കട്ട് ചെയ്ത് സെറ്റാക്കാണ്. അപ്പോൾ ഫ്രെയിം ഇന്ന് തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി ഫോട്ടോസ് മിനി ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ആൽബം ചെയ്യാനുണ്ട്, ഒരു മിനി ആൽബം, അത് ഇൻഷാല്ലാ നാളെ ചെയ്യണം. അപ്പോൾ ഫ്രെയിം ഇതേ സെറ്റ് ചെയ്തു. ഫ്രെയിമിൻ്റെ സൈസിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു ഞാൻ പ്രിൻ്റ് എടുത്ത ഫോട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇത് കൊടുത്തതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് സൈസ് കറക്റ്റാക്കി അതിന് ശേഷം ബാക്കി ഫോട്ടോസും കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എന്നാൽ നാളെ ആൽബം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹിൽ ബേബി വന്നിട്ട് വലിക്കുന്നതൊക്കെ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2 മക്കളുണ്ട്, അവരെ നോക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അവരുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിയിരിക്കാം. ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ട് എനിക്ക് ഒതുങ്ങിയിരിക്കാം. പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്ക് അത് ആദ്യമേ ഉള്ളതാണ്. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം, ഒരു വരുമാനം വേണം, അത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹിൽ ബേബിനെ വയറ്റിലുള്ള സമയത്താണ്, പ്രഗ്നൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. അവന് 2 വയസ്സായി. അവന് കുറുമ്പൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ PPTTC ചെയ്യുന്നത്. PPTTC എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികം തന്നെ വർക്കുള്ള ഒരു കോഴ്സാണ്. കുറച്ച് കട്ടിങ്ങും അതേപോലെ ഒട്ടിക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് വർക്കുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തതും ഈ ഒരു ജോബ് ഇപ്പോൾ ചെറിയൊരു വരുമാനത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രീ പ്രൈമറി ടീച്ചർ എന്നുള്ളൊരു ജോബ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും.
അങ്ങനെ അതാ സംസാരിച്ചെന്ന നേരം പോയി. ആ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഞാനിത് മക്കളുടെ ബുക്ക് ഷെൽഫ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വന്നിക്കാണ്. ബുക്ക് ഷെൽഫ് എക്സാമൊക്കെ ആയിട്ട് നന്നായിട്ട് വാരി വലിച്ച് ഒരു ഓർഡർ ഇല്ലാണ്ടായിട്ട് മൊത്തത്തിൽ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബുക്ക് മൊത്തം എടുത്ത് അതിൽ കുറേ എൻ്റെ ഡയറികളുണ്ടായിരുന്നു, എൻ്റെ പ്ലാനറിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ മക്കളുടെ ബുക്കുകളുണ്ട്, മക്കളുടെ എക്സ്ട്രാ വർക്കിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം എക്സാം പേപ്പേഴ്സ് എല്ലാം കൂടെ അതിൽ ഡിസോർഡറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ വർഷത്തെ ബുക്കുകളൊക്കെ മാറ്റി വെച്ച് ബേബിൻ്റെയും ആദുവിൻ്റെയും കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ മാറ്റി വെച്ച് ലേബറിൻ്റെയും പിന്നെ മദ്രസിലെ ബുക്കും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമോനെ മദ്രസിലെ എക്സാം കഴിഞ്ഞിട്ടില്ല, അപ്പം മദ്രസിലെ ബുക്സും കഴിഞ്ഞ വർഷത്തെ ലേബർ ഇന്ത്യാസും ഞാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മാസത്തെ വെക്കേഷൻ കഴിയുമ്പോഴത്തേനും പഠിച്ചതൊക്കെ മറന്നു പോകരുതല്ലോ. അപ്പോൾ ലേബർ ഇന്ത്യാസൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ബുക്സൊക്കെ മാറ്റിയ ശേഷം അവരുടെ കുറച്ച് ബുക്സ് ഉണ്ട്, കുട്ടികളുടെ ആക്ടിവിറ്റി ബുക്സ്, പിന്നെ കുറച്ച് റീഡിങ് ബുക്സൊക്കെ ഞാൻ പല ടൈമിലായിട്ട് അവർക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ അലമാരൻ്റെ താഴെയായിരുന്നു ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഈ ബുക്സ് എക്സാം എടുത്ത സമയത്ത് എന്തായാലും അവർക്ക് അതൊന്നും നോക്കി പഠിക്കാൻ കഴിയില്ല, അതുപോലെ വായിക്കാനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുക്സ് മാത്രമായിരുന്നു ബുക്ക് ഷെൽഫിൽ വെച്ചത്. അപ്പോൾ ഈ ബുക്സൊക്കെ മാറ്റി ഞാൻ അവരുടെ ഈ ആക്ടിവിറ്റി ബുക്സൊക്കെ ഞാൻ അതിലെടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ പൊതുവേ മക്കൾക്ക് ഈ കളിക്കുടുക്ക, മിന്നാമിന്നി, അതേപോലെ മാജിക് പോട്ട്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി ബുക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. അത് അവർക്ക് ഫ്രീ ടൈം വെറുതെ ഫോണിലൊക്കെ തോണ്ടി ഇങ്ങനെ കളിക്കുന്നതിനേക്കാളും ഇതിലുള്ള ഈ ഒരു വഴി കാണിച്ചു കൊടുക്കുക, അതേപോലെ ചെറിയ ചെറിയ പസിൽസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പം അവർക്കും എൻ്റർടൈനിങ്ങും ആണ്, കുറച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരേ ബുക്സ് അല്ല കേട്ടോ എല്ലാ പ്രാവശ്യവും വാങ്ങി കൊടുക്കൽ. കളിക്കുടുക്ക, മിന്നാമിന്നി, അതുപോലെ മാജിക് പോട്ട്, അങ്ങനത്തെ ബുക്സൊക്കെ മാറി മാറിയാണ് ഞാൻ അവർക്ക് മേടിച്ച് കൊടുക്കൽ. പിന്നെ അത് അവരുടെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ എടുത്ത് ഞാനൊരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.